ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന കിയ കാരൻസിൻ്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ആണോ വന്നിരിക്കുന്നതെന്നൊന്നും എനിക്കൊരു രീതിയിലും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഈ വാഹനം ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു ഈ വാഹനത്തിന് മേൽ വെച്ചത്. ഈ വാഹനത്തിൽ ആ സമയത്ത് 6 എയർ ബാഗ്സ്, ABS വിത്ത് EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇവർ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടായിരുന്നു ഈ വാഹനം ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ വാഹനം അട്രാക്ട് ചെയ്തു. മാത്രമല്ല ഇതിൻ്റെ പ്രൈസിംഗ് ആണെങ്കിലും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് ആയിരുന്നു കിയ ആ സമയത്ത് ചൂസ് ചെയ്തത്. കാരണം 8.99 lakhsന് ഇത്രയും വലിയൊരു വാഹനം, ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വെച്ച് 6 എയർ ബാഗ്, മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം വെച്ച് കിട്ടുമ്പോൾ എന്തായാലും ആരാണെങ്കിലും നോക്കി പോകുമല്ലോ. അതുകൊണ്ട് നല്ല റെസ്പോൺസ് ഈ ഒരു വാഹനത്തിന് കിട്ടി. പിന്നെ ഇതിൻ്റെ 1.5 ലിറ്റർ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ബേസ് മോഡൽ 9.99 lakhs ആയിരുന്നു ഇനീഷ്യൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇപ്പോൾ ഒരു 70,000 രൂപയോളം കൂട്ടി 10.7 lakhs എക്സ്ഷോറൂം ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു വേരിയൻ്റ് അത്യാവശ്യം വാല്യൂഫോണിയാണ്. നമ്മൾ സെൽട്ടോസിൻ്റെയും അതുപോലെ ക്രെറ്റയുടെ ഒക്കെ ബേസ് മോഡലിൻ്റെ കമ്പാരിസണിൽ നോക്കുകയാണെങ്കിൽ. ഇനി അപ്പോഴാണ് അവിടെ വേറൊരു വില്ലൻ വരുന്നത്. അതാണ് ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്. ആദ്യം 6 എയർ ബാഗ്സ് വരെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിനൊരു 3 അല്ലെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വെച്ച് എക്സ്പെക്ട് ചെയ്ത് പോകാറുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് മാറി പറഞ്ഞിട്ടുണ്ട്. കാരണം ഗ്ലോബൽ എൻക്യാപ്പ് ഈ വാഹനത്തിന് 3 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തത്. ഇതിപ്പോൾ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സെൽട്ടോസിനും ക്രെറ്റയ്ക്കും ഒക്കെ 3 സ്റ്റാർ റേറ്റിംഗ് തന്നെയായിരുന്നു കിട്ടിയത്. സെൽട്ടോസിനെ എടുക്കുകയാണെങ്കിൽ 8.03 പോയിന്റ്സ് ആയിരുന്നു, ക്രെറ്റയ്ക്ക് 8.01 പോയിന്റ്സ് ആയിരുന്നു. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 6 എയർ ബാഗ്സ് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിൻ്റെ പോയിന്റ്സ് അതിലും കൂടുതലാണ്. 9.3 പോയിന്റ്സ് ആണ് ഈ വാഹനത്തിന് ഔട്ട് ഓഫ് 17 കിട്ടിയിരിക്കുന്ന ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്. ഇത് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി 3 സ്റ്റാർസ് ആവും. ഇപ്പോൾ ക്രെറ്റ, സെൽട്ടോസ് എല്ലാം 3 സ്റ്റാർസ് ആണല്ലോ. പക്ഷേ ക്രെറ്റ, സെൽട്ടോസ് എന്നൊക്കെ പറയുമ്പം അതും ജസ്റ്റ് പാസ് ആയിരുന്നു 3 സ്റ്റാർസിന് വേണ്ടി. അതായത് 8 പോയിന്റ്സിൽ താഴെ പോവുകയാണെങ്കിൽ എങ്ങനെ വന്നാലും 3 സ്റ്റാറിന് താഴെ പോകും, അതായത് 2 സ്റ്റാർ ആയി പോകും. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പം എന്തായാലും ഈ വാഹനം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. ഇത് ജസ്റ്റ് 3 സ്റ്റാർ അല്ല, 3 സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ 3 സ്റ്റാർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ i20യുടെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ പോലും അതിന് 8.84 പോയിന്റ്സിന് അടുത്തായിരുന്നു റേറ്റിംഗ് കിട്ടിയത് 17 പോയിന്റ്സിൽ. അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ എന്തായാലും ഈ വാഹനത്തിന് നമ്മളിപ്പോൾ ഓൺ പേപ്പർ ഫിഗേഴ്സിൽ ഇതിൻ്റെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇത് റിയൽ ലൈഫിൽ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്ന അറിയില്ല. പിന്നെ ഇപ്പോൾ ഈ 6 എയർ ബാഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ റിയൽ ലൈഫിൽ ഈ മറ്റുള്ള വാഹനങ്ങളുടെയൊക്കെ ബേസ് മോഡൽസിൻ്റെ കമ്പാരിസണിൽ ചിലപ്പോൾ ഈ വാഹനം കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷെ അതല്ലാണ് നമ്മളിപ്പോൾ ഒരു ക്രാഷ് ടെസ്റ്റ് റിസൾട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുമ്പം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മിഡിൽ മോഡലാണ് അവർ ടെസ്റ്റ് ചെയ്തത്. കാരണം ഇതിൽ അലോയ് വീൽസും ടച്ച് സ്ക്രീനും ഓട്ടോ ACയും അങ്ങനെ പല പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലക്ഷറിയിലും ലക്ഷറി പ്ലസിലും അതിൻ്റെ ഡാഷ്ബോർഡിൽ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഇൻസേർട്സ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇവർ ടെസ്റ്റ് ചെയ്യുന്ന മോഡലിൻ്റെ ഡാഷ്ബോർഡിൽ ഗ്ലോസ് ബ്ലാക്ക് എലമെൻറ്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ടിപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മിഡിൽ മോഡലായ പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആയിരിക്കും. ഇതിൽ 5 വേരിയൻസ് ആണ് വരുന്നത്: പ്രീമിയം, പ്രസ്റ്റീജ്, പ്രസ്റ്റീജ് പ്ലസ്, ലക്ഷറി, പിന്നെ ലക്ഷറി പ്ലസ്. പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറയുമ്പം ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ബേസ് മോഡലും ടോപ്പ് മോഡലും പ്രസ്റ്റീജ് പ്ലസിലും അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ നമുക്ക് ഈ കാണുമ്പോൾ ഒരു അപ്പിയറൻസിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ കിയ തന്നെ ആയിരിക്കാം ഗ്ലോബൽ എൻക്യാപ്പിന് ഒരു വാഹനം സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സെൽട്ടോസ് ആയിക്കോട്ടെ, ക്രെറ്റ ആയിക്കോട്ടെ, i20 ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഗ്ലോബൽ എൻക്യാപ്പ് ബേസ് മോഡൽ തന്നെയാണ് ക്രാഷ് ടെസ്റ്റിന് എടുക്കാറ്. ഈ വാഹനത്തിന് പിന്നെ ബേസ് മോഡൽ എടുത്താലും ടോപ്പ് മോഡൽ എടുത്താലും അതിലെങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഇവർ ഫ്രണ്ട് ഓഫ്സെറ്റ് ടെസ്റ്റിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പില്ലർ നന്നായിട്ട് ബെൻഡായി പോയിട്ടുണ്ട്. മാത്രമല്ല റൂഫിലേക്കും ചെറിയൊരു ഡാമേജ് ഇതിൻ്റെ ഡോറിലും സംഭവങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഇതിപ്പോൾ K2 പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ പില്ലേഴ്സ് ബെൻഡായത് കുറച്ച് മോശം കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൈൽഡ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് 3 സ്റ്റാർസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതും ഏകദേശം 30 പോയിന്റ്സിനടുത്താണ് ഈ വാഹനത്തിനുള്ളത്. അത് നമ്മൾ മറ്റുള്ള വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെൽട്ടോസിന് 2 സ്റ്റാർ ആയിരുന്നു ചൈൽഡ് സേഫ്റ്റിയിൽ കിട്ടിയത്. അത് ജസ്റ്റ് 15 പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഔട്ട് ഓഫ് 49. പക്ഷേ അതേസമയം ക്രെറ്റയുടെ നോക്കുകയാണെങ്കിൽ ക്രെറ്റയ്ക്ക് 3 സ്റ്റാർസ് ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 29 പോയിന്റ്സിനടുത്ത് ഉണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ് കാരൻസിന് കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ അതിപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈസും മറ്റു കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും. ഇതിൽ പിന്നെ അവർ ISO ഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചൈൽഡ് സീറ്റ്സും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ അവരങ്ങനെ ഒരുപാട് പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറയാം. പിന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ 3 സ്റ്റാർ കിട്ടുന്നതും ഒരു ആവറേജ് റേറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ എർട്ടിഗയൊക്കെ നോക്കുകയാണെങ്കിൽ 3 സ്റ്റാർ ആണ് ചൈൽഡ് സേഫ്റ്റിക്ക്. അത് മാത്രമല്ല ഇപ്പോൾ അൾട്രോസ്, നെക്സോൺ പോലുള്ള വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാത്തിൻ്റെയും ചൈൽഡ് സേഫ്റ്റിയിൽ 3 സ്റ്റാർ തന്നെ ഉള്ളൂ. അതിൽ വേറെ 5 സ്റ്റാറോ അങ്ങനത്തെ ഫീച്ചേഴ്സോ സംഭവങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇവരുടെ പഞ്ചും അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ചൈൽഡ് സേഫ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ XUV 700 ഇതിനൊക്കെ ചൈൽഡ് സേഫ്റ്റിക്ക് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന വാഹനങ്ങളാണ്. ഥാറിന് വരെ ചൈൽഡ് സേഫ്റ്റിക്ക് 4 സ്റ്റാർ ഉണ്ടായിരുന്നു.
എനിവേ ഈ കാരൻസിൻ്റെ റിസൾട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് വീഡിയോ ഗ്ലോബൽ ഇൻക്യാപ്പ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇതിൻ്റെ സൈഡ് ബാരിയർ ടെസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അവർ 3 സ്റ്റാർ കിട്ടുന്ന വാഹനങ്ങൾക്ക് അത് ചെയ്യാത്തതാണ്. പക്ഷേ എന്തായാലും ഈ വാഹനത്തിൽ ചിലപ്പോൾ സൈഡ് എയർ ബാഗ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം ചെയ്തത്. പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ വാഹനം മറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലെങ്കിൽ മറയുന്നത് ലാൻഡ് ക്രൂസർ 300 സീരീസ് ഒരു എൻക്യാപ്പ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതുവരെ റോൾ ഓവർ ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും സീരിയസ് കേസായ XUV 700 അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത സമയത്തും ചെറുതായിട്ട് ആ വാഹനം ഇങ്ങനെ മറയുന്നത് പോലെ വന്നു. പക്ഷേ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് മറയുന്നൊന്നും തോന്നില്ല. പക്ഷേ അതേസമയം വേറെ കുറച്ച് വീഡിയോസ് വന്ന സമയത്ത് അതിൽ ആ വാഹനം മറയുന്നതായിട്ട് തന്നെ കാണിച്ചിരുന്നു. അതൊക്കെയാണ് XUV 700യുടെയും ഇങ്ങനത്തെ വലിയ വാഹനങ്ങളുടെയൊക്കെ പ്രശ്നം. സൈഡ് ബോഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ മറയും. അതിലിപ്പോൾ നമ്മളങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ വാഹനമാണെങ്കിൽ തന്നെ ഇത് മറഞ്ഞതുകൊണ്ട് വലിയൊരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ വലിയ വാഹനങ്ങൾ ഇത്രയും സൈസുള്ള വാഹനങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറയാറുണ്ട്. ചിലപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണെങ്കിലും ഈ വാഹനം റോൾ ഓവർ ചെയ്തേക്കാം. പക്ഷേ അവിടെയാണ് വേറൊരു ചോദ്യം വരുന്നത്, ഇതിൻ്റെ പില്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്. ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിരുന്നു, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഓഫ് സൈഡ് ക്രാഷ് ടെസ്റ്റിൽ തന്നെ ഈ വാഹനത്തിൻ്റെ പില്ലേഴ്സ് കുറച്ചൊക്കെ ബെൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഇനി ഇത് റോൾ ഓവർ കൂടി ആവുകയാണെങ്കിൽ ഇതിൻ്റെ പില്ലേഴ്സ് എത്രമാത്രം ഇമ്പാക്റ്റ് എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു പാനോറാമിക് സൺറൂഫ് കൊടുക്കാതിരുന്നത് നന്നായി എന്നുകൂടി പറയാം. ഇനി ഇവിടെയാണ് എൻ്റെ വേറൊരു ചോദ്യം വരുന്നത്. നമുക്കറിയാം ഒക്ടോബർ 2022 മുതൽ ഇന്ത്യയിലുള്ള എല്ലാ M1 കാറ്റഗറിയിലുള്ള വാഹനങ്ങൾക്കും 6 എയർ ബാഗ്സ് കമ്പൽസറി ആക്കുക എന്ന് പറഞ്ഞൊരു റൂള് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നതാണ് ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റിലൂടെ വ്യക്തമാവുന്നത്. കാരണം ആദ്യത്തെ കാര്യം ഇപ്പോൾ ഇതിൽ 6 എയർ ബാഗ്സ് ഉണ്ട്, എന്നിട്ട് പോലും ഈ വാഹനത്തിന് 3 സ്റ്റാർസ് മാത്രമേ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ അകത്തേക്ക് ഇമ്പാക്റ്റ് ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ എത്തും എന്നൊരു വാഹനത്തിൽ നമ്മൾ എത്ര എയർ ബാഗ്സ് കൊടുത്ത് അകത്തുള്ള പാസഞ്ചേഴ്സിന് ഇപ്പോൾ ഇങ്ങനെ തലയണ കൊണ്ട് നമ്മൾ പൊതിയുന്ന പോലെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. അതുകൊണ്ടിപ്പോൾ ഈ ഒരു സംഭവം ഇത് മാരുതിയൊക്കെ ഇതിന് അഗൻസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ അപ്പോൾ മാരുതിയെ കുറ്റം പറഞ്ഞു, 6 എയർ ബാഗ്സ് മാരുതിക്ക് കൊടുക്കാൻ പറ്റില്ല, ചെറിയ വണ്ടികളുണ്ട്, അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ വരുന്നുകൊണ്ടാണ് അവർ ഈ ഒരു സംഭവത്തിന് അഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ സംഭവമൊക്കെ ശരിയാണ്, അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കൂടുമായിരിക്കും. പക്ഷേ ഇതിൽ എത്രത്തോളം യൂസ് ഉണ്ട് എന്ന് കൂടി നോക്കിയിട്ടായിരുന്നു മാരുതി സുസുക്കി ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഇങ്ങനൊരു സംഭവം നിലവിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് എന്താണ് അതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കിയ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, 3 സ്റ്റാർസ് റേറ്റിംഗ് ആണ് ഇതിന് ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബേസ് മോഡൽ മുതൽ തന്നെ ഇന്നത്തെ കാലത്ത് ഈ പ്രൈസ് റേഞ്ചിൽ ഒറ്റ വാഹനത്തിൽ പോലും 6 എയർ ബാഗ്സ് മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. അതൊക്കെ ഇവർ കൊടുത്തു എന്ന് പറയുന്നത് കിയയുടെ ഒരു നല്ല കാര്യമായിട്ട് തന്നെ എടുക്കാം. പക്ഷേ ബാക്കി കാര്യങ്ങൾ കൂടി, ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ക്യാബിൻ ഇൻടാക്ട്നെസ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഇവരൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. അതിപ്പോൾ എല്ലാ വാഹനങ്ങളും അങ്ങനെയാണ്. ഈ ഹ്യുണ്ടായി കിയയുടെ നമ്മൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന K2 അല്ലെങ്കിൽ K1 പ്ലാറ്റ്ഫോം ഏതോ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു 2 അല്ലെങ്കിൽ 3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെയാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ ടിസോണൊക്കെ അവർ ക്രാഷ് ടെസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല റേറ്റിംഗ് കിട്ടുമായിരിക്കും. അല്ലാണ്ടൊന്നും എനിക്ക് വലിയ ഹോപ്പില്ല. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.